എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഗോതമ്പ് പൊടി കൊണ്ട് അധികം ഓയിലൊന്നും ഉപയോഗിക്കാതെ വെറും 10-15 മിനിറ്റിൽ തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു മലബാർ സ്പെഷ്യൽ നാടൻ പലഹാരമാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരേപോലെ ഇഷ്ടപ്പെടുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു പലഹാരം എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ പലഹാരത്തിന് വേണ്ട ഒരു മാവ് തയ്യാറാക്കാം. അതിനായിട്ട് മിക്സിയുടെ അരയ്ക്കാൻ ഉപയോഗിക്കുന്ന ജാർ എടുത്തിട്ട് ഇതിലേക്ക് 1.5 കപ്പ് അളവിൽ സാദാ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ചേർക്കാം. ഗോതമ്പ് പൊടി മാത്രം ചേർത്ത് തയ്യാറാക്കിയാൽ നമ്മുടെ പലഹാരം കൂടുതൽ സോഫ്റ്റായി പോവും. അതുകൊണ്ട് പലഹാരം ഒന്ന് ക്രിസ്പിയായി കിട്ടാനായിട്ട് ഇതിനോടൊപ്പം തന്നെ നമുക്ക് 1/2 കപ്പ് അളവിൽ വറുത്ത അരിപ്പൊടി കൂടി ചേർക്കാം. ഒപ്പം തന്നെ നല്ലൊരു സ്വാദിനായിട്ട് 3-4 ഏലക്ക ചതച്ചതും കൂടെ തന്നെ ഒരു ടേസ്റ്റ് ബാലൻസിനായിട്ട് 2 നുള്ള് ഉപ്പും കൂടി ചേർക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി ഇതുപോലെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുത്ത ശേഷം മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. നമ്മളെടുക്കുന്ന ഓരോ അരിപ്പൊടി അനുസരിച്ചും ചേർക്കേണ്ട വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം ഉണ്ടാവാം. അതുകൊണ്ട് ആദ്യം ഒഴിച്ച 1.5 കപ്പ് വെള്ളത്തിൽ 1.25 കപ്പ് വെള്ളം ആദ്യം ഒഴിച്ചിട്ട് ബാക്കി വെള്ളം ആവശ്യമനുസരിച്ച് കുറേശ്ശെ ഒഴിച്ച് ഏകദേശം ഒരു ഇഡ്ഡലി മാവിൻ്റെ പാകത്തിന് അരച്ചെടുത്താൽ മതി. ഇനി നമുക്കിതെല്ലാം കൂടി കട്ടകളൊന്നും ഇല്ലാത്ത വിധത്തിൽ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അരച്ചെടുത്ത മിക്സ് നമുക്കിതുപോലെ ഒരു ബൗൾ എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. മാവിൽ വെള്ളം കൂടിപ്പോകാതിരിക്കാനായിട്ട് ജാറിലേക്ക് വെള്ളമൊന്നും ചേർക്കാതെ ഒരു സ്പൂൺ ഉപയോഗിച്ച് ബാക്കിയുള്ള മാവെല്ലാം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അരച്ചെടുത്ത ശേഷം ഇതുപോലെ കുറച്ച് കട്ടിയായിട്ടുള്ള ഈ ഒരു പാകത്തിനാണ് നമുക്ക് മാവ് കിട്ടേണ്ടത്. ഇനി നമ്മളിതിലേക്ക് ശർക്കരപ്പാനി കൂടി ചേർക്കുമ്പോഴേക്കും മാവ് ഒന്നുകൂടി ലൂസായി പാകത്തിനായി കിട്ടിക്കോളും. അതുകൊണ്ട് അരച്ചെടുക്കുമ്പോൾ വെള്ളം കൂടി പോവാതെ ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ച് ഈ പാകത്തിനൊന്ന് അരച്ചെടുക്കാനായിട്ടൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി നമുക്ക് നമ്മുടെ പലഹാരത്തിന് മധുരത്തിനാവശ്യമായ ശർക്കരയൊന്ന് ഒരുക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഇതുപോലെ 3 അച്ച് ശർക്കര, അതായത് ഏകദേശം 200 ഗ്രാം അളവിലാണ് ശർക്കര എടുത്തിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ ഒരുക്കി കിട്ടാനുള്ള എളുപ്പത്തിന് ഈ ശർക്കര നമുക്ക് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. പൊടിച്ചെടുത്ത ശർക്കര നമുക്ക് ഇതുപോലെ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് സ്റ്റവ് ഓൺ ചെയ്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് നമുക്ക് ഈ ശർക്കരയൊന്ന് ഒരുക്കിയെടുക്കാം. ശർക്കര ഇതുപോലെ നന്നായിട്ടൊന്ന് അലിഞ്ഞ് കിട്ടിയാൽ ഉടനെ തന്നെ തീ ഓഫ് ചെയ്തിട്ട് ഇത് നമുക്ക് ചൂടോടുകൂടി തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ശർക്കരയിൽ പൊടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് ഒഴിവാക്കി കിട്ടാനായിട്ട് ഇതുപോലെ ഒരു അരിപ്പ ഉപയോഗിച്ച് അരിച്ചെടുത്ത് വേണം മാവിലേക്ക് ഒഴിക്കാനായിട്ട്. അരിപ്പൊടി കട്ട പിടിക്കാതിരിക്കാനായിട്ട് ശർക്കരപ്പാനി ഒഴിച്ചാൽ ഉടനെ തന്നെ നമുക്കിത് ഇതുപോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതുപോലെ ഒട്ടും കട്ടിയില്ലാത്ത എന്നാൽ വെള്ളം പോലെ ലൂസല്ലാത്തതുമായ ഈ ഒരു പാകത്തിനാണ് നമുക്ക് മാവ് കിട്ടേണ്ടത്. കൂടുതൽ കട്ടിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുത്താൽ മതി. ഇനി നമുക്ക് സ്റ്റൗവിലൊരു പാൻ വെച്ച ശേഷം ഇതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ ചെറുതായി അരിഞ്ഞ തേങ്ങക്കൊത്ത് ചേർത്തിട്ടൊന്ന് വറുത്തെടുക്കാം. തേങ്ങക്കൊത്തിൻ്റെ കളറെല്ലാം ഇതുപോലെ ചെറുതായിട്ടൊന്ന് മാറി തുടങ്ങുമ്പോൾ ഇതിനോടൊപ്പം തന്നെ നമുക്ക് 5-6 ചെറിയ ഉള്ളി ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞെടുത്ത് ചേർത്തിട്ട് ഇതുകൂടി ഇതിനോടൊപ്പം ചേർത്തിട്ടൊന്ന് വറുത്തെടുക്കാം. തേങ്ങക്കൊത്തും ഉള്ളിയുമെല്ലാം നന്നായിട്ട് ഫ്രൈ ആയി ഇതുപോലെ ഒരു ലൈറ്റ് ബ്രൗൺ നിറമായി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇത് നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഒപ്പം തന്നെ നമ്മുടെ പലഹാരം നന്നായിട്ടൊന്ന് വീർത്ത് കിട്ടാനായിട്ട് 2 നുള്ള് ബേക്കിംഗ് സോഡ അഥവാ അപ്പ സോഡ കൂടി ചേർക്കാം. സോഡ പൊടി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ ഉടനെ തന്നെ നമുക്ക് നമ്മുടെ പലഹാരം തയ്യാറാക്കാനായി തുടങ്ങാം. ഇതൊരു നാടൻ പലഹാരമായതുകൊണ്ട് ഇതുപോലെ ഒരു ഇരുമ്പിൻ്റെ ചട്ടിയിലാണ് നമ്മളിത് ചുട്ടെടുക്കുന്നത്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പാലപ്പം ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന നോൺ സ്റ്റിക്ക് അപ്പച്ചട്ടിയിൽ ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ചട്ടി സ്റ്റൗവിൽ വെച്ചൊന്ന് ചൂടാക്കിയെടുത്ത ശേഷം ഇതിലേക്ക് നമുക്ക് ഇതുപോലെ കുറച്ച് വെളിച്ചെണ്ണ തേച്ച് കൊടുക്കാം. ഗോതമ്പൊടി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തീ ഒന്ന് മീഡിയത്തിലാക്കി വെച്ച ശേഷം ഇതിലേക്ക് നമുക്ക് ഇതുപോലെ കുറച്ച് മാവ് ഒഴിച്ച് കൊടുക്കാം. മാവ് ഒഴിച്ചിട്ട് ഇതുപോലെ ഹോൾസ് എല്ലാം വന്നതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ച് ഏറ്റവും കുറഞ്ഞ തീയിൽ 3 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ ഒരു 3 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പലഹാരം ഇവിടെ പാകത്തിനൊന്ന് വെന്ത് പാകമായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് ചട്ടിയിൽ നിന്നും എടുത്തു മാറ്റിയിട്ട് ബാക്കി കൂടി ഇതുപോലെ തന്നെ ഒന്ന് ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ഗോതമ്പ് പൊടി കൊണ്ടുള്ള നാടൻ പലഹാരത്തിൻ്റെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. മറ്റു റെസിപ്പിയുമായിട്ട് ഉടനെ കാണാം. താങ്ക്